ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മൂവി നൈറ്റ് വ്ളോഗാണ്. ഞങ്ങൾ ടർബോ സിനിമയ്ക്ക് പോവാണ്. മമ്മൂട്ടിയുടെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലാണ് സിനിമ. ഒരു 10:20 സിനിമ തുടങ്ങുക. ഞങ്ങൾ ഒരു 9:30 ഇവിടെ നിന്ന് ഇറങ്ങി. നേരത്തെ എത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൽ. ടർബോ സിനിമ ഞങ്ങൾ കാണണം, ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടില്ല. അത്ര നന്നാവില്ല, ഫുൾ ഇടിയാന്നൊക്കെ പറഞ്ഞ് കാണാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ തീരുമാനിച്ചു പോവാം എന്തായാലും എന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, റിവ്യൂസൊക്കെ ഒരു മിക്സഡ് റിവ്യൂസാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ദുബായ് സിറ്റി ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ അകത്തെത്തി. ഞങ്ങളങ്ങോട്ട് കയറാണ്. അപ്പോൾ താഴെ നിന്നപ്പോൾ വോക്സ് എന്നൊരു ബോർഡ് കണ്ടു, വോക്സിൻ്റെ ബോർഡ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു. അപ്പോൾ നോക്കിയപ്പോൾ അതല്ല എൻട്രൻസ്, വേറെ എൻട്രൻസ് അപ്പുറത്തുണ്ടായിരുന്നു. അപ്പുറത്താണ് എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ആ ഫുഡ് കോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ വോക്സ് സിനിമാസിലെത്തി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ 10:20 സിനിമയാണെങ്കിലും സാധാരണ ബോക്സിൽ 10:30 ആകുമ്പോൾ സിനിമ തുടങ്ങുള്ളൂ. എന്തായാലും 10 minutes ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ടെൻഷനൊന്നുമില്ല, എന്തായാലും കാണാൻ പറ്റുമെന്ന് മനസ്സിലായി. വൈകില്ല എന്ന് ഓക്കെയാണ്. വൈകിയാലും ഇപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുറച്ച് ലേറ്റായിട്ട് തുടങ്ങാം. അത് ഏത് സിനിമയായാലും അങ്ങനെ തന്നെ, എവിടെയായാലും ബർത്തിഫ്ലയിലും അങ്ങനെ തന്നെയാണ്. ലേറ്റായിട്ടാണ് ബോക്സിലൊക്കെ സിനിമ തുടങ്ങാറ്. പിന്നെ അധികം ആൾക്കാരില്ല എന്ന് തോന്നുന്നു തിയേറ്ററിൽ. അപ്പോൾ തിരക്കൊന്നുമില്ല, 10:20 അപ്പോൾ അവരൊക്കെ വന്നു. ഞങ്ങൾ തിയേറ്ററിൽ കയറാണ്. സ്ക്രീൻ 3 സിനിമ. അങ്ങനെ സിനിമയ്ക്ക് കയറി. പോപ്കോണൊക്കെ വാങ്ങാൻ വന്നതാട്ടെ ഞാൻ. സിനിമ തുടങ്ങിയിട്ടുണ്ടായില്ല ഞാൻ പറഞ്ഞ പോലെ. അതിനുശേഷം സിനിമ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഓക്കെ ആയിട്ട് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ അത്ര ആവറേജായിട്ട് ഫസ്റ്റ് ഹാഫ് തോന്നിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക് കഴിഞ്ഞ് അകത്തേക്ക് കയറാണ്. അപ്പോൾ തിയേറ്ററിൽ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ സീറ്റിൽ വന്നിരുന്നു. അത് കുറച്ചുകൂടി നല്ല സീറ്റാണ്. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടിപൊളി സിനിമ അല്ലേ, നല്ല സിനിമയല്ലേ. ചിലർക്ക് ആവറേജ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടായി. ചേട്ടാ ഇഷ്ടായോ? കുഴപ്പമില്ല, ഓക്കെ. എല്ലാവരും അഭിപ്രായം പറഞ്ഞേ, സിനിമ എങ്ങനെയുണ്ട്? ആവറേജ് അല്ലേ? ബെസ്റ്റ് എങ്ങനെയുണ്ട്? ആവറേജ്. ശ്യാമേട്ട ഇറങ്ങിപ്പോയി. ഇതല്ല ഫ്ലോറ്, കുറച്ചുകൂടി പോണം. സീസേ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാർ എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് നോക്കുകയാണ്. ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പാർക്കിംഗ് കൺഫ്യൂഷൻ ആവും എവിടെയാണ്. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച കാരണം പിന്നെ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അവരുടെ കാറ് നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാറിനടുത്തെത്തി. പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഡിന്നർ കഴിച്ചിട്ടുണ്ടായില്ല. 12 മണിക്കായി. എന്നാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ്. കാറിൽ കയറാണത്. അപ്പോൾ എക്സിറ്റ് കണ്ടു. അപ്പോൾ എക്സിറ്റിലൂടെ ഞങ്ങൾ പുറത്തിറങ്ങാണ്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പാർക്കിങ്ങിൽ, നമ്മൾ പോകുന്ന വഴിയിൽ. മാളിന് പുറത്ത് ഇറങ്ങി. ഞങ്ങൾ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ 24 hours ഓപ്പൺ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗസൽ അൽ മദീന എന്ന് പറഞ്ഞിട്ട്. അത് നല്ല റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മിക്കവാറും അങ്ങോട്ട് പോവാറ്. നമ്മുടെ നാടൻ ഫുഡ്, തട്ടുകട സ്റ്റൈൽ ഫുഡൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എപ്പോഴും പോണൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. സിനിമയൊക്കെ കഴിഞ്ഞിട്ട്, കാരണം 24 hours ഓപ്പൺ ആണല്ലോ.
ഗസൽ അൽ മദീനയിലത്തെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോന്നു. മിർദിഫിൽ തിരിച്ചു പോരാണ്. വേറെ ബാങ്കിൽ പോയി, അത്ര തന്നെയുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഇതുപോലത്തെ നല്ല വ്ളോഗ്സായിട്ട് വരാം. താങ്ക് യു.